ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ എക്കാലത്തെയും ഫേവറേറ്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മഴത്തുള്ളി കമലിനാണ്. അതും വെറും 2999 രൂപയ്ക്ക് തുടങ്ങുന്ന അടിപൊളി മഴത്തുള്ളി കമല്. അത് അടിപൊളി വൈബ്രന്റ് കളേഴ്സിലും. നമുക്ക് നോക്കി നോക്കിയാലോ. വായോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു മഴത്തുള്ളി കമ്മൽ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് മഴത്തുള്ളി കമ്മല്. കാരണം പല കളേഴ്സിലും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു പുതിയ ഐറ്റംസ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. കാരണം വെറും 2999 രൂപയ്ക്കാണ് നമുക്ക് ഈ മഴത്തുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 1/2 ഗ്രാം 410 മില്ലിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം ആ ലൈറ്റ് വെയിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല കളേഴ്സ് അഡീഷണൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ സഫയറിന്റെ ഒരു ഡിസൈനിൽ വരുന്ന കളർ വരുന്നുണ്ട്, ഒരു ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, സീ ബ്ലൂ വരുന്നുണ്ട്, ലൈറ്റ് പിങ്ക് വരുന്നുണ്ട്. പുതിയ വെറൈറ്റി കളേഴ്സ്, നോർമൽ കളേഴ്സ് അല്ലാണ്ട് പുതിയ കളേഴ്സ് വരുന്നുണ്ട്. ഇതിനൊക്കെ സിമ്പിൾ ആയിട്ടുള്ള മാച്ചിങ് സ്റ്റഡും വരുന്നുണ്ട്. നമുക്ക് സ്റ്റഡും ഞാലി മാറ്റി മാറ്റി ഇടാൻ പറ്റുന്ന ലെവലിലാണ് നമുക്ക് ഇത് വന്നിട്ടുള്ളത്. അതിന് ഇതിനും കൂടി നമുക്ക് ചെയ്യേണ്ട വീതി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള 1 ഗ്രാമിന്റെ റേഞ്ചിലും വരുന്നുണ്ട്. അപ്പൊ രണ്ടും നമുക്ക് സെയിം ഡിസൈൻസിലും സെയിം കളറിലും വരുന്നത്. പക്ഷെ കല്ലിന്റെ പ്രത്യേകത മെയിൻ വരുന്നത്, അതായത് നമ്മൾ നോർമലി കാണുന്ന റെഡും അങ്ങനത്തെ കളേഴ്സും മാത്രം മാറിയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റീസ് ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള പിങ്ക്, അതുപോലെ തന്നെ എന്താ പറയാ സീ ബ്ലൂ കളേഴ്സ് വരുന്നുണ്ട്, മജന്ത കളേഴ്സ് വരുന്നുണ്ട്, അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് വരുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഡെയിലി പല പല സാരിയുടെ കളേഴ്സിനും മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് മഴത്തുള്ളി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. കാരണം മഴത്തുള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കാരണം സാരിയുടെ കളേഴ്സിനായാലും പല ഡ്രസ്സുകളുടെ കളേഴ്സിന് മാച്ച് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ, അത് മഴത്തുള്ളിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.